ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ട് ആണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും ഒന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ്. ആ തള്ളെ പിറുവിറുക്കണ്ട, പിറുവിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും. തള്ളെ കാണട്ടെ വെട്ടണത്. വെട്ട് 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 അടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? തൽക്കാൻ മാത്രം എന്നീ മക്കള് ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും വിവാദങ്ങളുടെ തോയാണ് നമ്മുടെ ഷാജിദ ഷാജി ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും അതിനുശേഷം കല്യാണം കഴിച്ച് എന്നും കാമുകനെ പരിചയപ്പെടുത്തുകയും ഒരു മഹറിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ ഇതിൻ്റെ മുന്നേ ഉണ്ടാവുകയും അത് വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ അതെല്ലാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അതൊന്നുമല്ല പ്രശ്നം. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷാജിയെ സ്വന്തം ഉമ്മ സ്വന്തം വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കിയിരിക്കുന്നു എന്ന വേദനാജനകമായ ഒരു കാര്യമാണ് ഷാജിദ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മുമ്പായി വീഡിയോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായിരിക്കും അതിന് കാരണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു കാരണവുമില്ലാതെ ഒരു പെറ്റ ഉമ്മ സ്വന്തം വീട്ടിൽ നിന്നും സ്വന്തം മോളെ ഒരു കാരണവശാലും അടിച്ച് പുറത്താക്കുകയില്ല. അത് തീർച്ചയായും ഒരു കാര്യമാണ്. അതിന് തക്കതായ കാരണവും ഉണ്ടാവും. എന്നാലും ഷാജി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇന്ന് സ്വന്തം കുടുംബത്തിൽ ഒരാളെ പോലും ശത്രുവാക്കാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യത. സ്നേഹിക്കുന്ന എല്ലാവരെയും ശത്രുവാക്കി മാറ്റുക എന്നത് ഷാജിയുടെ ഒരു നയമാണ്. അത് തന്നെയാണ് അവർ പിന്തുടരുന്നത്. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഷാജി പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അന്ന് രാവിലെ എൻ്റെ ഉമ്മാനായിട്ട് പൊരിഞ്ഞടി നടന്ന ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് മാത്രമേ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡിൻ്റെതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ അല്ല. എൻ്റെ ഉമ്മ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിൽ എൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസൻ്റെ കാര്യത്തിൽ മാത്രം അവർ നടപടിയാക്കി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റിമറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണിസ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കുക. കോടതി അതൊരു തെളിവേ അല്ല. അപ്പോൾ ഷാജിദ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ഷാജിദ പറയുകയാണ്, ഞാനും മക്കളുമായിട്ട് ഒരു ബ്രോസ്റ്റ് കഴിക്കാനെത്താൻ പോകുന്ന സമയത്താണ് ഷാജിദ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഈ ഉമ്മാൻ്റെ ആങ്ങളുടെ മോനും ഉമ്മയും കൂടി ഷാജിദയെ വീട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കി എന്നും അതുപോലെ തന്നെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്ത് മർമ്മസ്ഥാനമായ നെഞ്ഞത്ത് ഒരു മുറിവ് പറ്റി ഞാൻ ചികിത്സിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടി അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഷാജിദ പറയുന്നത്. അപ്പോൾ പോലീസുകാർ പറഞ്ഞു 2 സാക്ഷികൾ വേണം, കള്ളസാക്ഷികളെ ഉണ്ടാക്കി തരണമെന്ന് പോലീസുകാർ പറഞ്ഞു എന്നാണ് ഷാജിദ പറയുന്നത്. അത് മിക്കവാറും കള്ളത്തരമാവാനാണ് സാധ്യത. എന്നാലും നമുക്ക് തൽക്കാലത്തേക്ക് വിശ്വസിക്കാം. പക്ഷേ ഒരു കാര്യം ഷാജിദ പറയുന്നുണ്ട്, ഇത് ദൃക്സാക്ഷികളെന്ന് പറയാൻ തൻ്റെ 2 മക്കളും ഈ ഫോണും ഉമ്മയും ഞാനും മാത്രമേ ആ വീട്ടിലുള്ളൂ, ആരും ഇതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി ഷാജിദയ്ക്ക് സാധിച്ചില്ല. എന്നാൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾ സ്കിപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത്. കാരണം എന്നെ നിങ്ങൾ കുറ്റക്കാരനായി കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, എന്തിനാണ് ഉമ്മയുമായിട്ട് അടിയുണ്ടായത്, എന്തിനാണ് പുറത്താക്കിയത്, എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഷാജിദ പറഞ്ഞ ഈ കാര്യങ്ങൾ തീർത്തും വിശ്വസിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. എന്നാലും ഹോസ്പിറ്റലിൽ പോയി അവിടെ കിടക്കുന്ന ചിത്രങ്ങളും അത് വീഡിയോകളും എല്ലാം നിങ്ങൾ ആദ്യമായി കണ്ടതാണ്. എന്നാൽ എന്തിനായിരിക്കും സ്വന്തം ഉമ്മ, അതും
10 മാസം വയറ്റി ചുമന്ന് പ്രസവിച്ച ഒരു ഉമ്മ സ്വന്തം മകളെ തള്ളിപ്പറയണമെങ്കിൽ അതിൽ തക്കതായ ഒരു കാരണമുണ്ടാവും തീർച്ചയായിട്ടും. അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് പ്രഗ്നന്റ് ആയി എന്റെ ഇക്ക മരിച്ചപ്പോ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള് അവളുടെ മകള് തള്ളെ പിറുവിറുക്കണ്ട. പിറുവിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. പിറുവിറുക്കണ്ട. പിറുവിറുക്കാണ്ടിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബില് വീഡിയോ എടുത്തിടും. പിറു 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 പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കാണ്. ഇരിക്കണം. എന്തിനാ എന്നെ പിറുപിറു പറയണേ? എന്താ പ്രാന്തുണ്ടോ നിങ്ങക്ക്? അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കേട്ടോ നമ്മള് എന്താണ്. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവന്നെയാണ്. എന്റെ മാനം പോവും. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ. അപ്പൊ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഈ വീഡിയോയിൽ സ്വന്തം ഉമ്മാനെ ആ മകൾ അഭിസംബോധന ചെയ്യുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ തള്ളേ എന്നുള്ളതാണ്. അത് പോട്ടെ, അതിനുശേഷം പറയുന്നുണ്ട്, ഇങ്ങനെ വെറുതെ പെറുപിറുക്കുകയാണെങ്കിൽ സ്വന്തം ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കുമെന്നാണ് ആ സ്ത്രീ പറയുന്നത്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, തനിക്ക് മാനം പോകൂലേ എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനത് യൂട്യൂബിലിടാത്തത്. എൻ്റെ മാനം പോവും, താനൊന്ന് എൻ്റെ തള്ളയല്ലേ എന്നാണ് ചോദിക്കുന്നത്. കാരണം എൻ്റെ ഉമ്മയായതുകൊണ്ട്, എൻ്റെ ഉമ്മാൻ്റെ ഇത്തരത്തിലുള്ള വീഡിയോ പുറത്ത് വിട്ടാൽ എൻ്റെ മാനം പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. ആ ഉമ്മ സ്വന്തം സ്വകാര്യ ചടങ്ങായാലും സ്വകാര്യ വീട്ടിൽ വെച്ച് നടന്ന എന്തെങ്കിലും ചെറിയ ഇങ്ങനത്തെ സംഭവങ്ങൾ വരെ സ്വന്തം മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഈ ഷാജിദ എന്ന് പറയുന്ന സ്ത്രീ, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അവരുടെ വീട്ടിൽ വന്ന് അവരുടെ ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോൻ വീട്ടിൽ വന്ന് അടിച്ച് പുറത്താക്കി എന്നൊക്കെ പറയുന്നൊരു സംഭവം ആ വീട്ടിലുണ്ടായാൽ തീർച്ചയായിട്ടും ഷാജിദയെ പോലെ ഒരു സ്ത്രീ അത് തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലെങ്കിലും ഇടും. അത് വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല, 100% ഉറപ്പാണ്. ഉമ്മാൻ്റെ ഷെഡ്ഡി ഡാൻസ് വരെ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും എന്ന് പറയുന്ന ഈ സ്ത്രീ എന്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഉമ്മ അങ്ങനെ പറയാനുള്ള ഒരു കാരണം ആ ഉമ്മ പറഞ്ഞത് കണ്ടില്ല. ഉമ്മാൻ എത്രയും മോശമായ രീതിയിലാണ് ഈ സ്ത്രീ അഭിസംബോധന ചെയ്യുന്നത്. തള്ളേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് അതിനുള്ളൊരു കാരണം എന്ന് ഉമ്മ പറയുന്നത്, സ്വന്തം ഉമ്മ ഇവളുടെ അനിയത്തിയെ പറിച്ച് മോശകരമായ രീതിയിൽ സംസാരിച്ചപ്പോൾ ഉമ്മ എതിർക്കുകയാണ്. ആ സമയത്താണ് ഷാജിദ ഇങ്ങനെ ഒരു അവസാനം പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു സന്ദർഭത്തിലാണ് ഉമ്മയുമായിട്ട് ഈ മകൾ ഉടക്കുന്നത്. അതിനുശേഷം വീട്ടിൽ നടന്ന സംഭവം ഏവരുടെയും ഞെട്ടിക്കുന്ന സംഭവമാണ്. ഉമ്മയും മോളും ഉണ്ടാവുന്ന വളരെ സംഘർഷവിരുദ്ധമായ ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഈ 5 കുട്ടികൾ അവിടെ വളർന്നത് എന്ന് പറയുമ്പോൾ ആർക്കും വേദന തോന്നിപ്പോകും. കാരണം ഇത്തരം ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു വീട്ടിൽ ഒരു സമാധാനത്തോടെ ജീവിക്കാൻ 2 പേർക്കും സാധിക്കാത്ത ഒരവസ്ഥയാണ്. ആ വീഡിയോ ഒന്ന് കാണാം. വെട്ട്, ഞാൻ കാണട്ടെ വെട്ടണത്. വെട്ട് 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 മടാൾ എന്തിനാ കൊടുന്ന് വെച്ചിരിക്കണേ? തൽക്കാമത്ത് എന്നെ മക്കള് കൊല്ലാനാ? കൊല്ലാനാ? എന്നാ വെട്ട് വെട്ട്. ഇപ്പൊ വെട്ട്. ധൈര്യമുള്ള പെണ്ണാണ്. ഇപ്പൊ വെട്ട്. ആരാണ് മടാൾ കൊടുന്ന് വെച്ചിരിക്കണേ? ആരാ മടാൾ കൊടുന്ന് വെച്ചിരിക്കണേ? വെട്ട് 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 നാളെ യൂട്യൂബിലിടാം. നല്ല തുള്ളു, നല്ല സംഭവം നിങ്ങൾ കണ്ടു കാണും. എത്ര പേടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ആ വീട്ടിൽ നടക്കുന്നത് എന്ന് നോക്കണം. 2 പെണ്ണുങ്ങൾ മാത്രമുള്ള ഒരു വീടാണ്. ചെറിയ മക്കളുടെ നടുവിൽ വെച്ച് അവൾ പറഞ്ഞത് കേട്ടില്ലേ, കടാര കൊണ്ടുവച്ചിട്ടുണ്ട് വെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എന്നെ വെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തു നിന്ന് ഉമ്മ അതുപോലെ തന്നെ നീ എന്നെ വെട്ടടി, ധൈര്യമുണ്ടെങ്കിൽ വെട്ടടി, ഇത്രയും ആക്രോശിച്ച് സ്വന്തം ഉമ്മാനോട് എടി പൊടി വിളിയാണ് ഷാജിദ നടത്തുന്നത്. ഇതൊക്കെ പൊതുജനങ്ങൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഈ സ്ത്രീ ഒരു യതീമായ 5 മക്കളെ നോക്കുന്നുണ്ട് എന്നൊരു സോഫ്റ്റ് കോർണർ വെച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ
ഈ സ്ത്രീയോട് സ്നേഹിക്കുന്നുണ്ട്. ഇവരുടെ ഫാമിലി ചാനലെല്ലാം കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ആ മക്കൾ വാപ്പയില്ലാത്ത കുട്ടികളാണ്, അവർ നന്നായിട്ട് വളരട്ടെ, അതൊക്കെ വേണം. പക്ഷേ ഈ ഉമ്മാനെ, സ്വന്തം ഉമ്മാനെ വരെ ഈ സ്ത്രീ വിളിക്കുന്ന ഒരു വർത്തമാനം എന്ന് പറഞ്ഞാൽ എടി പൊടി വിളികളാണ്. ആ ഉമ്മാക്കും അവിടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഉമ്മാൻ്റെ പ്രവൃത്തികൾ, ഉമ്മ തുള്ളുന്നതും പായുന്നതുമെല്ലാം നിങ്ങൾ കണ്ടു. ഒരു രക്ഷയുമില്ല. അവസാനം തലപ്രാന്ത് പിടിച്ചിട്ടാണ് അത്തരം ഒരു വാർത്തയിലേക്കും അത്തരം ഒരു അവസ്ഥയിലേക്കും ആ സ്ത്രീ കടക്കുന്നത്. തീർച്ചയായിട്ടും സാജിദ ഷാജി എന്ന് പറയുന്ന അത്യാവശ്യം ബുദ്ധിയും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. ആ ഉമ്മ എന്നൊക്കെ പറയുന്നത് ഒരുപാട് പഴക്കം ചെന്ന ഒരു ഉമ്മയാണ്, ഒരുപാട് വയസ്സായ ഒരു ഉമ്മയാണ്. ആ ഉമ്മാനെ എത്രയും മോശകരമായ രീതിയിലാണ് ആ സ്ത്രീ അഭിസംബോധന ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും ആ മക്കളുടെ കാര്യത്തിൽ ആ നാട്ടുകാരെങ്കിലും ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് വിനീതമായിട്ട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരുന്ന മക്കൾ നാളെ സമൂഹത്തിൽ ആരായിട്ടാണ് വളരാൻ സാധ്യത കൂടുതൽ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇതുപോലത്തെ ഒരു അവസ്ഥ കൊണ്ടാവാം ചിലപ്പോൾ ഇവരുടെ ഭർത്താവ് തന്നെ ഇതിന് മുന്നേ ആത്മഹത്യ ചെയ്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ഷാജിദ ഷാജിയോട് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, വീട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിനോ അല്ലെങ്കിൽ എന്തെങ്കിലും റീച്ചില്ലാത്ത സമയത്ത് അത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു റീച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ നമ്മൾ അതിനെക്കുറിച്ച് ഖേദിക്കേണ്ട ഒരവസ്ഥ തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ മക്കൾക്കും വരും. ഇതിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് ആത്യന്തികമായി നമ്മുടെ ഷാജിദ ഷാജിക്കും കുടുംബത്തിനും മാത്രമായിരിക്കും. ഇതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഇനി എല്ലാ കാലത്തും നിങ്ങൾ ഇങ്ങനെ തെറ്റിയിരിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾ നന്നായതിനു ശേഷം നിങ്ങൾക്ക് ഉമ്മയും മകളുമായി ജീവിക്കേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വൃത്തികെട്ട വേടുകളും ഈ വീഡിയോകളും നിങ്ങൾ ഇരുന്ന് എന്തെങ്കിലും TV പ്രോഗ്രാം കാണുന്ന സമയത്തോ അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന സമയത്തോ നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് അലോസരമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നും നിങ്ങൾക്ക് എല്ലാവരുടെയും വായ നിങ്ങൾക്ക് മൂടിക്കെട്ടാൻ വേണ്ടി പറ്റുകയില്ല. നമ്മളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്. അവരെല്ലാം ആ വീഡിയോ ആക്കി ചിലപ്പോൾ മോശമായ രീതിയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും കുടുംബത്തിനും അത് മോശകരമായി ബാധിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡാൻസുകളും പാട്ടുകളും ഒക്കെ തമാശക്ക് നിങ്ങൾ എടുത്ത് വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ ഇതൊരു കാലത്ത് നിങ്ങളെ തിരിഞ്ഞ് കൊത്തും. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് വിനീതമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.